സിഹർ ചെയ്യുന്നവർക്ക് കുറേ ഉദ്ദേശങ്ങളുണ്ട്. സിഹർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളെ തടയിടണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായും ഇത് ചെയ്യാനറിയുന്ന ഒരു മാരണവിദ്യക്കാരൻ്റെ അരികിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു മാരണവിദ്യക്കാരൻ്റെ അരികിലേക്ക് പോയിട്ട് അയാളുടെ ജോലി തന്നെ മാരണം ചെയ്യുക എന്നതാണ്. അങ്ങനെയുള്ള അയാളുടെ അരികിലേക്ക് പോയിട്ട് രണ്ട് നിലയ്ക്ക് ഏൽപ്പിക്കും. ഒന്ന്, ഇന്നയാളെ അല്ലെങ്കിൽ തൻ്റെ ശത്രുവായ ആളെ കൃത്യമായി വ്യക്തമായി നശിപ്പിക്കണം. അയാൾ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് നശിക്കണം, അയാളുടെ കുടുംബം തകരണം, അയാൾ കാരണം എനിക്ക് ഇന്നതുണ്ടായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അതായത് ഇയാളിൽ ആത്മാർത്ഥത ജനിപ്പിക്കാൻ വേണ്ടി താൻ അയാളെ കൊണ്ട് കുറേ ബാധിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. അങ്ങനെ ഇയാളോട് വളരെ സ്പഷ്ടമായ നിലയിൽ പച്ചയ്ക്ക് സിഹർ ചെയ്യാൻ വേണ്ടി പറയും. ശത്രു സംഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഉച്ചാടനം എന്നൊക്കെയാണ് അതിനെ മലയാളത്തിൽ പറയാം. മറ്റൊന്ന്, അത് പൊതുവിൽ ഇന്ന് അരങ്ങേറുന്നതാണ്. കാരണം സിഹർ എന്നത് വളരെയധികം സബഉൽ മുബിഖാത്തിൽപ്പെട്ടതാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അത് ചെയ്താൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്ന് പരക്കെ മുസ്ലിംകൾക്കിടയിൽ അറിയാവുന്നത് കൊണ്ട് തന്നെ ചിലർ ഇതിൽ നിന്നും താൻ ചെയ്യുന്നത് സിഹറല്ല എന്ന് വരുത്തി തീർക്കാനായി ഇത്തരം ആളുകളുടെ അരികിലേക്ക് തന്നെ പോകും. പക്ഷെ അവരോട് പരിപൂർണമായും തൻ്റെ ശത്രുവിനെ ഇന്നയാളെ നശിപ്പിക്കണം എന്ന രീതിയിൽ അവർ പറയില്ല. മറിച്ച് അവർ പറയുന്നത്, വലിയ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കണ്ട, അയാളുടെ ശല്യം നമുക്കുണ്ടാവരുത്, അങ്ങനത്തെ രീതിയിലാക്കി തരണം. യഥാർത്ഥത്തിൽ അവരുടെ ശല്യം ഇവർക്ക് ഇല്ല എന്ന് തന്നെ വെക്കാം. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു ശല്യവും ഇവർക്ക് നിലവിൽ തന്നെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ശല്യം എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അവരെ ഏത് തരത്തിലാണോ, ഒരുപക്ഷെ ന്യായമായ നിലയിൽ ഒരു വസ്തുതർക്കമായിരിക്കാം, അല്ലെങ്കിൽ ന്യായമായ നിലയിൽ ഒരു വീടിൻ്റെ അവകാശ തർക്കമായിരിക്കാം, ന്യായം അവരുടെ ഭാഗത്ത് തന്നെയായിരിക്കാം. അപ്പോൾ ഇവരോട് ന്യായം അവരുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ വളരെ കർക്കശമായ നിലയിൽ ഇങ്ങോട്ട് ചേർന്ന് നിന്ന് അവർ തർക്കിക്കുകയും അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ശല്യം ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സിഹർ ചെയ്യുക എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു രീതിയില്ല. സ്വാഭാവികമായും ഈ മാരണവിദ്യക്കാരൻ ചെയ്യുന്നത്, അയാളെ നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ അയാളുടെ ശല്യം മാത്രം ഒഴിപ്പിച്ചാൽ മതി, അതായത് പർട്ടിക്കുലറായിട്ടുള്ള ഒരു നിശ്ചയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലെ ഷർറ് ഒഴിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തന്നെ നശിപ്പിക്കപ്പെടുന്നതും അതല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടുന്നതും ഷർറായിട്ട് സിഹർ ചെയ്യപ്പെടുന്നതും മൊത്തത്തിലാണ്. അത് മുഖേന അവന് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടും. അത് സിഹറായി തീരുകയും ചെയ്യും. ആ ഒരു സന്ദർഭത്തിൽ ഒരു പക്ഷേ ഈ സിഹർ ചെയ്യാൻ വേണ്ടി പോയ വ്യക്തി അയാളുടെ ഉള്ളിലുണ്ടാവും, അയാൾക്ക് കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾ വന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലും ഇനി ഇല്ല എങ്കിലും താൻ അങ്ങനെ വലിയ നിലയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വേണ്ട എന്നുള്ള നിലയിലാണെങ്കിലും, രണ്ട് നിലയിലാണെങ്കിലും അപരന് സിഹർ ഏൽക്കപ്പെടുന്നതാണ്. അതിൻ്റെ കുറ്റം ഇയാൾക്ക് ഏൽക്കുന്നതാണ്. കുറ്റം എങ്ങനെ ഏൽക്കുമെന്ന് ചോദിച്ചാൽ, കാഹിനിൻ്റെ അടുക്കൽ പോകുന്നത് തന്നെ
വൻകുറ്റങ്ങളിൽപ്പെട്ടതാണ്. സാഹിറിൻ്റെ അരികിലേക്ക് പോവുക എന്നത് തന്നെ വൻകുറ്റങ്ങളിൽപ്പെട്ടതാണ്. അതിനു പുറമെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നൽകിയത് സിഹർ ചെയ്യുന്നതിനേക്കാൾ ഒരുപക്ഷെ പാപമായി തീരുന്ന, അതിന് കൂട്ടുനിന്ന ഒരു പാപമാണ്, വൻപാപങ്ങളിൽ പെട്ടത് അത് ഇയാൾ ചെയ്തു. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, തനിക്ക് ഏറ്റ സെഹറിനെ മാറ്റാൻ വേണ്ടി, തനിക്ക് ബാധിച്ച സെഹറിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സാഹിറിൻ്റെ അരികിൽ തന്നെ പോയി ആ സാഹിറിനെ കൊണ്ട് സെഹർ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അത് അദ്ദേഹം മാറ്റുന്നത് നേരെ ചിലപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടായിരിക്കാം. ആ ചെയ്തയാളിലേക്ക് തന്നെ മടക്കി അയക്കുന്ന വിധത്തിലുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതും സെഹർ തന്നെയാണ്, സെഹറിൻ്റെ ഇനത്തിൽ തന്നെയാണ് പെടുന്നത്. അപ്പോൾ ഈ പോകുന്ന ആൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് പ്രയാസമില്ലാതെ ഇതൊഴിഞ്ഞു പോയാൽ മതി, മറ്റേയാൾക്കൊന്നും എന്ത് ചെയ്യണ്ട എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എന്ന് പറഞ്ഞിരുന്നാലും ഈ ചെയ്യുന്നയാൾ സാഹിറായതുകൊണ്ട് തന്നെ ചെയ്യുന്നയാൾ ഏതെങ്കിലും തങ്ങന്മാരടുത്തോ ഉസ്താദന്മാരടുത്തോ ഒക്കെ പോവുകയാണെങ്കിൽ അവരതിൻ്റെതായ ഹക്കും ബാത്തിലും മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുള്ളൂ. അവരൊന്നും സെഹർ ചെയ്യൂലല്ലോ. പക്ഷെ എന്നാൽ ചില മുറി ആയിട്ടുള്ള ആളുകളുണ്ട്, അവർ സെഹർ മാത്രമായി ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾ. അതിപ്പോൾ മുസ്ലിങ്ങളിലുമുണ്ട്, അല്ലാത്തവരിലുമുണ്ട്. അങ്ങനെയുള്ളവരുടെ അരികിലേക്ക് പോകുമ്പോൾ അവർ തിരിച്ചടിക്കും. ആ തിരിച്ചടിക്കുന്നത് ഒരു പക്ഷേ അവരുടെ അടപടലം മൊത്തത്തിൽ അവരെ നശീകരിപ്പിക്കുന്ന വിധത്തിലായിരിക്കും. അതും സെഹറിൻ്റെ ഇനത്തിലാണ് പെടുന്നത്. പിന്നെ ഈ ചെയ്യുന്നവരൊക്കെ, ഈ സെഹർ ചെയ്യുന്നവരായാലും ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുക്കുന്നവരായാലും അതിനുവേണ്ടി പണം മുടക്കുന്നവരായാലും എല്ലാവരും അതിൽ 99% ഈ ഭൂമി ലോകത്ത് വെച്ച് നല്ലതുപോലെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഈ ഇഹലോകവാസം വെടിയുകയുള്ളൂ എന്നതും കൂടി മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്.